പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. ഓക്കെ, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കമ്മ്യൂണിറ്റിയിലുള്ള ട്രാൻസ്മെൻ ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇങ്ങനെ മാറണം, ഞാനിങ്ങനെ ഒരു ഗേളാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് അതിന് ചെയ്യേണ്ടത്, ഞാനിങ്ങനെ ഒരാളാണ്, എനിക്കിങ്ങനെ ആണായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം, അപ്പോൾ ഞാൻ എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് സർജറി കാര്യങ്ങൾ, എങ്ങനെയാണ്, എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജസ് അന്നും, അതായത് പണ്ടും ഇപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെസ്സേജസിന് ഞാൻ മറുപടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാവരോടും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, കാരണമുണ്ട്. ഈ വരുന്നവരെ എന്തുദ്ദേശത്തിലാണ് വരുന്നതെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ചിലർക്ക് ചുമ്മാ നമ്മളെ കളിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കുറിച്ച് അറിയാനായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിരിക്കാം, അതായത് ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, പല ടൈപ്സ് ഓഫ് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് എന്താണ് ആവശ്യം, എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന് മറുപടി കൊടുക്കാറില്ല. ഓക്കെ, കാരണം എനിക്കത് സമയം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ലൂസ് ടോക്സിൽ സമയമില്ലാത്തതുകൊണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കിടപ്പുണ്ട്, അത് ഞാൻ പറയാം. അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ കുറേ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള അവസ്ഥയുള്ള ആളുകളാണ്. ലൈക്ക് മീ, എന്നെപ്പോലെ അവർക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആളുകളുണ്ട്. അവരെനിക്ക് മനസ്സിലാവും. അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അവർക്ക് സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇങ്ങനെ അവസ്ഥയുണ്ട്, അവർക്ക് ഹെൽപ്പ് വേണം, അവരെ സഹായിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവും. അവരെ ഞാൻ സഹായിക്കാറുണ്ട്. ഓക്കെ, അല്ലാതെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പല സെക്ഷനാണ്. ചിലർക്ക് വെറുതെ സംസാരിക്കാൻ ഈ വിഷയത്തെക്കുറിച്ച്, ചിലർക്ക് ചിലപ്പോൾ ഇതൊന്നും ചെയ്യാനായിരിക്കണം എന്നില്ല, വെറുതെ അറിയാൻ, ജസ്റ്റ് ഫോർ എ നോളജ്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ, പല കാറ്റഗറി ആൾക്കാരുണ്ട്. ഓക്കെ, ഈ കൂട്ടത്തിൽ ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, അതാണ് അവരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവർക്ക് പറയുന്ന കാര്യം, ഇവർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, ഞാൻ ആണാണെന്ന് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം പറയും. ഓക്കെ, വ്യക്തതയില്ല, ക്ലിയർ ഇല്ലാത്ത ആൾക്കാരാണ്. പൂർണ്ണമായിട്ട് അവർക്ക് അതായത് അതിൽ ഉറച്ചു നിൽക്കാനുള്ളതില്ല. അവർ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, പക്ഷേ സർജറി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെ, നമ്മളൊരു ഐഡിയറ്റിലോട്ട് മാറുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അതിലോട്ട് വന്നാൽ മതി, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതായത് മെയിനായിട്ട് ഒറ്റൊരു കാര്യം പറയാം, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സുമായി ചേർന്നില്ലെങ്കിൽ മാത്രം. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ഒറ്റൊരു കാര്യം. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരം തമ്മിൽ ചേരുന്നില്ല. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ രൂപങ്ങൾ നോക്കണ്ട, ഞാനിപ്പോൾ ആണാണ്. ഓക്കെ, ഞാൻ എൻ്റെ ശരീരം എൻ്റെ മനസ്സ് ഒന്നാക്കിയ ആളാണ്. പണ്ടത്തെ ആളായിട്ട് ഞാൻ നിൽക്കുകയാണ്. പണ്ട് ഞാൻ പെണ്ണായിരുന്നു രൂപത്തിൽ. അന്ന് എൻ്റെ ശരീരമായിട്ട് ചേരുന്നില്ല, കാരണം എൻ്റെ മനസ്സാണ് എൻ്റെ ആണ്. അപ്പോൾ അതും ഇതും ബോഡിയും തമ്മിൽ ചേരുന്നില്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, എനിക്കെൻ്റെ ബോഡി ഇഷ്ടപ്പെടുന്നില്ല, ഈ ബോഡി എൻ്റേതല്ല എന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രോസസ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് എനിക്ക് 100% കൊണ്ട് പറയാനുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു തോന്നലാണ്, അതാണ് ഇതാണ് പറഞ്ഞ് വരരുത്. കാരണം നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് 100% ഉറപ്പ് വേണം. അത് പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന സാധനമല്ല. അതാണ് ആദ്യമേ ഞാൻ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ പറഞ്ഞ ടൈം എടുക്കും. പെട്ടെന്ന് ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എനിക്ക് ആണാവണം, നാളെ വീണ്ടും പെണ്ണാവണം എന്നൊരു സംഭവം അല്ലത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഒറ്റൊരു കാര്യം പറയാം, നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട്, അതായത് നല്ല പോലെ ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്, അതായത് അവർക്ക് ഉറപ്പില്ല, അവരുടെ കാര്യത്തിൽ അവർക്ക് ഒട്ടും ഉറപ്പില്ല. അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ എനിക്ക് ഒട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഒട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഒന്നുകിൽ ഉറപ്പ് വേണം ഒരു കാര്യത്തിന്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരു വിശേഷണം ചെയ്യാം, ജെൻഡർ ഫ്ലൂയിഡ് എന്ന് പറയാൻ പറ്റും. അത് ജെൻഡർ കൺഫ്യൂഷൻ സ്റ്റേജാണ് അവരെ നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ആ ജെൻഡർ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു തീരുമാനത്തിലോട്ട് നിങ്ങൾ പോവരുത്. കാരണം അത് നിങ്ങൾ ആ കൺഫ്യൂഷനാണ്, എന്താവും എന്താക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഒരു ആണായി മാറും അല്ലെങ്കിൽ പെണ്ണായി മാറും ചെയ്ത് കഴിഞ്ഞാൽ സർജറി ഒക്കെയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒരു ഇതില്ല, മാറ്റമില്ല, തിരിച്ച് വരാൻ പറ്റില്ല, തിരിച്ച് നമ്മൾ അതിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഇത് വേണം. ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. ഞാൻ എന്താ, അതാണ് ആദ്യം വേണ്ടത്. ഞാൻ എന്താണെന്നുള്ളത്. കാരണം ഞാൻ ചെയ്തത് അങ്ങനെയായിരുന്നു. പ്രധാനപ്പെട്ട വേറൊരു കാര്യം, 2018 ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നടന്നൊരു സംഭവം കേട്ടോ. ആ ന്യൂസിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പെണ്ണായിരുന്ന ദീപു ആണായി വന്ന ഒരു സംഭവമാണ്. സാധാരണഗതിയിൽ നമ്മൾ ജെൻഡർ ഇഷ്യൂ ഉള്ള ആളുകൾ മാറുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആണ് പെണ്ണും പെണ്ണാണാവുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ദീപുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാണ് ദീപു പറയുന്നത്. ഒരു തരത്തിലുള്ള ജെൻഡർ ഐഡന്റിറ്റി പ്രശ്നവും ഇല്ലാതിരുന്ന ദീപു ഒരു സുഹൃത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ആയതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയത്. ഈ സാധാരണഗതിയിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ മാറണമെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടേ? നമുക്ക് എന്തെങ്കിലും ജെൻഡർ ഇഷ്യൂ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മാറാനുള്ള ഒരു അനുമതി കിട്ടൂ. പിന്നെ ദീപുവിന് ഇങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടി? സർജറി ചെയ്യണമെങ്കിൽ സൈക്കാട്രിയിൽ കാണിച്ചിട്ട് GAD സർട്ടിഫിക്കറ്റ്, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റൂ. അല്ലാത്ത പക്ഷം സർജറി ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ 2-3 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത്. അപ്പം 2 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച സമയത്ത് അവര് എന്നെ ഒരു കുഴപ്പമില്ല, ഇയാൾ ഓക്കെയാ, എന്താ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയത് ചെയ്തത്. അപ്പം ആ സമയത്ത് തന്നെ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി പറഞ്ഞു, കൗൺസിലിങ്ങിന് പോകണം എന്നുള്ളത്. ആ ഒരു ടൈമിലും എൻ്റെ കൂടെ നിന്നത് എന്നെ റയാൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്താണ് നിന്നത്. അപ്പോൾ അവർക്കറിയാം എന്നെയും ഈ ദർശനേൻ്റെയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അവരെൻ്റെ ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളതും അവർക്കറിയാം. അപ്പോൾ ആ ഒരു രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 3ാമത്തെ ഡോക്ടറെ അടുത്ത് കയറിയപ്പം അവരും എൻ്റെ കൂടെ കയറി. എന്നിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരും ഞാനൊന്ന് തുടങ്ങിയിട്ടിട്ടുണ്ട്. അവര് നമ്മള് ജെൻഡർ ഇഷ്യൂ ഉണ്ടെന്ന് ആ ഡോക്ടറെ കൺവിൻസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി. അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അവര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ താല്പര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാനിപ്പോ എനിക്ക് അവളുടെ അടുത്ത് ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഈ സംഭവം നടക്കുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ അറിയുന്നതാണ്. ഈ വ്യക്തി ഞാൻ അറിയാം, മീൻസ് എനിക്ക് ഫ്രണ്ടൊന്നുമല്ല, പക്ഷെ ഞാനൊരു മീറ്റിങ്ങിൽ കണ്ടായിരുന്നു. 2017 ഒരു മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് 2018 മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ വ്യക്തി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു തവണ അന്ന് കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ദീപു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ട്രാൻസ്മെനാന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ആ വ്യക്തി ആ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സർജറി ചെയ്തതെന്നുള്ളത്. പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് സർജറി ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ട്രാൻസ്മെനായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കാരണം നമ്മൾ ജെൻഡർ ചേഞ്ച് ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ ആവരുത്, നമുക്ക് വേണ്ടിയിട്ടാവണം. നമ്മളെന്താണോ ഞാൻ പറയുന്നത്, നമ്മൾ റിയലൈസ് ചെയ്യണം ആദ്യം. നമ്മളെ ജെൻഡറും ഞാൻ പറഞ്ഞു, നമ്മളെ ബോഡിയും മൈൻഡും ചേർന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ ഓപ്ഷനോട്ട് പോയാൽ മതി. ഹോർമോൺ സർജറി വാട്ടെവർ ഇറ്റ് ഈസ്. അല്ലെങ്കിൽ അത് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പലതവണ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ ഇൻസിഡൻസ്. ഇതുപോലെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയോ? മറ്റുള്ള ആൾക്കാരെ ഇത് ബാധിക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരാരും പറഞ്ഞിട്ടാണ് നിങ്ങൾ മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള കാരണം കൊണ്ട് മറ്റുള്ള ആൾക്കാർ റെക്കമെൻഡേഷൻ കൊണ്ടാണ് മാറാൻ പോകുന്നുള്ള കാരണങ്ങളൊക്കെ ചോദിക്കും. അതുകൊണ്ട് ഇതിന് ആരും വലിയൊരു ഇത് കൊടുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ബാക്കി നിൽക്കുന്ന എല്ലാ ട്രാൻസ്മെൻ എന്ന് പറയുന്ന ആൾക്കാർക്ക് ബാധിക്കും, കറക്റ്റായിട്ട് ബാധിക്കും. അവരുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യില്ല. മാറാൻ നിൽക്കുന്നതിനിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ വീട്ടുകാരോ നാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്ത് വരും, അതില്ലാതാവും. ആ സപ്പോർട്ട് സിസ്റ്റം ആണെങ്കിൽ പോവും. ചിലപ്പോൾ ഫ്രണ്ട്സ് സർക്കിളും സപ്പോർട്ട് ചെയ്യില്ല, ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനത്തെ അലിഗേഷൻസ് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കും എന്നുള്ള കാര്യം ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറുന്ന ആൾക്കാർ എന്തിനു മാറുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ആണായി മാറുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ജെൻഡർ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, അത് എന്തിൻ്റെ അതാണെന്നുള്ളത്. ഓക്കെ, അതൊരു കൺഫ്യൂഷൻ തന്നെ. കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ്. അയാളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ വ്യക്തി ഇപ്പോൾ തിരിച്ച് സ്ത്രീ ആവാൻ പറ്റില്ല എന്നുള്ള സങ്കടം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഈ സർജറി ചെയ്ത് മാറാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കുക, മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആലോചിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വരും. പിന്നെ ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. നിങ്ങളിപ്പോൾ ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആരായാലും ഒരു മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സർജറി ചെയ്ത് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സ്റ്റേജിൽ നമുക്ക് അത് തിരിച്ചു വരണം തോന്നും, ഉറപ്പായിട്ടും തോന്നും.
അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ലേ ഇത്. നമ്മൾ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കാര്യങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് അറിയാത്തതുകൊണ്ടാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞ് 101% ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഒരിക്കലും സാധിക്കില്ല വേറെ ആൾക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്ത് ജീവിക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഞാൻ മണ്ടന്മാരായിട്ട് കാണത്തുള്ളൂ. അവർ കറക്റ്റായിട്ട് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോഴും പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ച കൂട്ടത്തിലുണ്ട്, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അതിന് വേണ്ടി സർജറി ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് 4 വർത്താനം ഞാൻ പറഞ്ഞു. അതിന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. ഒരു രീതിയിൽ എവിടുന്നും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടത്തില്ല, ഉള്ളത് പറയാലോ, കിട്ടൂല. ഓക്കെ, അതുകൊണ്ട് ഇതുപോലത്തെ പണികൾ ചെയ്യരുത്. സഹിച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തത് മാറുക, ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുക, അല്ലെങ്കിൽ ലവേഴ്സിന് വേണ്ടിയിട്ട് മാറുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി മാറുക എന്നൊക്കെ പറഞ്ഞാൽ ഷെയിമാണ്, ഭയങ്കര ഷെയിംഫുള്ളാണ്. ഞാൻ സത്യമായിട്ട് ഫീൽ പിറ്റി വന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ആർക്കും വേണ്ടി മാറേണ്ട ഒന്നാവരുത് നിങ്ങൾ ചെയ്യേണ്ടത്. സത്യത്തിൽ നിങ്ങളെ പേഴ്സണാലിറ്റി പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്താണ് അതുപോലെ നിങ്ങൾ ജീവിക്കുക, അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്താണോ, നിങ്ങളെ ഉള്ളിലുള്ള ജെൻഡർ എന്താണോ അത് മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാറുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്ക്. എനിക്കതേ പറയാനുള്ളൂ. അതുപോലെ അതും പറഞ്ഞ് എനിക്കാരും മെസ്സേജ് അയക്കും വേണ്ട. മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറണം, ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന് വേണ്ടി മാറണം. എല്ലാ ഇതുപോലത്തെ ആളുകൾക്കും ഒരു റിലേഷൻഷിപ്പ് കാണും എന്ന് വെച്ചിട്ട് ആ വ്യക്തികൾക്ക് വേണ്ടി ചേഞ്ച് ആവാൻ നിങ്ങൾ നിൽക്കരുത്. ഒരുപാട് പേര് അങ്ങനെ സർജറി ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് വ്യക്തികൾ അങ്ങനെ സർജറി ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറിയിട്ട്. അതൊക്കെ റോങ് ആണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ആ ലൈഫിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹാപ്പിനെസ് കിട്ടില്ല. ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് പോയാൽ മതി എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കത് തിരിച്ച് നിങ്ങൾക്ക് മറ്റോട്ട് വരാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. അങ്ങനെ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടതാണ് മീഡിയൻ്റെ മുന്നിലും സോഷ്യൽ മീഡിയ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇവർ വന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇവർ പറയാണ് എൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ പോയി, എനിക്ക് തിരിച്ച് പെണ്ണാൻ പറ്റില്ല, എനിക്ക് അങ്ങനത്തെ കുറേ ഡയലോഗ്സൊക്കെ പറയുന്നുണ്ട്. എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല വീഡിയോയിൽ, ആ വേർഡ്സ് ഒന്നും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അങ്ങനെ എന്തിനാണ് അതിൻ്റെ ആവശ്യം ഇൻ്റർവ്യൂവിലൊക്കെ ഇതുപോലെ സംസാരിക്കേണ്ടത്? എനിക്ക് ഇത് പഴയ പോലെ സ്ത്രീയാൻ പറ്റില്ല, സ്ത്രീയുടെ അവയവങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കണം എന്തിനാണ്? അങ്ങനെ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ മറ്റുള്ളവരും കൂടി ഇൻസൾട്ട് ചെയ്യല്ലേ ചെയ്യിപ്പിക്കുന്നത്. ഞാനിവരെ ആരും ട്രാൻസ്മെൻ്റായിട്ട് കാണുന്നില്ല. ട്രാൻസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ശരീരവും മനസ്സും ഒന്നിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത ആളുകളാണ് ട്രാൻസ്മെൻ്റ് എന്ന് പറയുക. മനസ്സിലാണാണ്. അപ്പോൾ ഒരിക്കലും പറയില്ല എനിക്ക് എൻ്റെ ഈ ബ്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മറ്റേതുണ്ടായിരുന്നെങ്കിൽ ഒന്നും പറയത്തില്ല ഒരാണും അതൊരിക്കലും സൂചിപ്പിക്കത്തില്ല. ഒരു ട്രാൻസ്മെൻ്റ് ആളുകൾക്കും സ്വന്തം ശരീരം ഇഷ്ടപ്പെടത്തില്ല. അതായത് അവരുടെ പഴയ സ്ത്രീ ശരീരം ഉണ്ടാവില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ ഹോർമോൺസും സർജറിയൊക്കെ ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് അവർ ചേഞ്ച് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്, അതായത് മാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ആളുകൾ ഇതുപോലെ തന്നെ ആളുകൾ വന്നിട്ട് ഇൻ്റർവ്യൂവിലും ഇതുപോലെ പ്രസ് മീറ്റിങ്ങിനും സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ട് പറയാണ് എനിക്ക് ഇത് ആവേണ്ടില്ലായിരുന്നു, എൻ്റെ ഇത് പോയി അത് പോയി എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവരൊക്കെ ജെൻഡർ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ജെൻഡർ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുവരെ അവരൊരിക്കലും ട്രാൻസ്മെൻ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അവർ വേറെയാണ്, ട്രാൻസ്മെൻ വേറെയാണ്. ഇത് രണ്ടും കൂടെ കൊളാറ്റ് ചെയ്യരുത്. അവർ ചിലപ്പോൾ ഒരാളെ കണ്ടിട്ട്, ഒരു ട്രാൻസ്മെൻ വ്യക്തിയെ കണ്ടിട്ട് അവർക്ക് മുടി വെട്ടണം തോന്നും, ഈ മരുന്നൊക്കെ എടുത്ത് ഹോർമോൺസൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഗ്രോത്ത് ഉണ്ടാക്കണം തോന്നും, സർജറി ചെയ്യണം തോന്നും. പക്ഷേ അത് ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ്. അല്ലാതെ അവർക്ക് അവരുടെ മനസ്സും ശരീരവും ഒന്നായിട്ടുണ്ടാവില്ല. അവരുടെ മനസ്സും ശരീരവും ഇതുപോലെ തന്നെ ഉള്ളിൽ പൂർണ്ണമായിട്ട് ഒരു പുരുഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കൺഫ്യൂഷനിലാണ്, ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഓക്കെ, ചില സമയത്ത് അവർക്ക് തോന്നുന്നു ഞാൻ പെണ്ണായിരുന്നാൽ മതി, ചില സമയത്ത് തോന്നുന്നു ആണായിരുന്നാൽ മതി എന്ന്. അങ്ങനെ രണ്ട് തോന്നലിൻ്റെ അടിയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് വരാൻ പാടില്ല. അവർ എന്നാണോ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഒരു ഇതിലോട്ട് മാറ്റം വേണം എന്ന് അവർ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയും. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ മനസ്സും ഒന്നാവണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് ആ സമയം വേണം അവർ ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് ഞാൻ എന്താണ് പറയണത് അതാണ് ഞാൻ. അതായത് സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ സംഭവമുണ്ട്, സെൽഫ് ഡിക്ലറേഷൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയണത് അതാണ് ഞാൻ, അത് നിങ്ങളെല്ലാം അംഗീകരിക്കണം എന്ന് സംഭവമുണ്ട്. അത് നല്ലതാണ്. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഗവൺമെൻറ് അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ആണാണ്, മറ്റന്നാൾ മുതൽ ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് നിങ്ങൾ സർജറി ചെയ്യാൻ പോയാൽ
നിങ്ങൾക്ക് വലിയ അബദ്ധത്തിലോട്ട് പോകും. കാരണം സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഒരു ഇതില്ല. ഈ ഡോക്യുമെൻ്റ് പറഞ്ഞാൽ ഒരു വട്ടം നിങ്ങൾ ചേഞ്ച് ചെയ്താലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് അത് ചേഞ്ച് ചെയ്യാൻ. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. ഓക്കെ, ഈ നിങ്ങൾക്ക് ഇങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഒരു ഫ്രണ്ടിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കറക്റ്റായിട്ട് കൗൺസിലിങ്ങിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് സംസാരിച്ച് ഡോക്ടർ ഡിക്ലെയർ ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടെന്നുള്ളത്. ഡോക്ടർ ഡിക്ലറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതും ഇതിൽ ബാധകമാണ്. അല്ലാതെ നിങ്ങളാണ് തീരുമാനിച്ചാൽ മാത്രം പോരാ, ഡോക്ടറും കൂടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഡോക്ടർ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാവണം കറക്റ്റായിട്ട്. അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് ഈ സംഭവത്തിന്. അങ്ങനെ ആ സംഭവം എല്ലാം സെറ്റായിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലോട്ട്, അതായത് സർജറി ട്രീറ്റ്മെൻറ്റ് എന്ന ഘട്ടത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളങ്ങ് തീരുമാനിക്കുക നമ്മളങ്ങ് ചെയ്യുക പരിപാടി ഇതിലില്ല. മനസ്സിലായല്ലോ? കാരണമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഇതിൽ തിരിച്ചു വരവില്ല. അത് തന്നെയാണ് കാരണം. നമുക്ക് ഇനി പഴയ രീതിയിലാവാൻ പറ്റില്ല. നാളെ മുതൽ എനിക്ക് തിരിച്ചാവണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഞാൻ പറയാം, നാളെ മുതൽ എനിക്ക് പെണ്ണാണെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണത്. ഒരിക്കലും നടക്കുന്ന കേസല്ല അത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ള കാര്യം. പിന്നെ പല ആൾക്കാർക്കും പറഞ്ഞൊരു കമൻറ്റാണ്, എല്ലാ പെണ്ണുങ്ങളും ഒരു തവണ വിചാരിച്ചിട്ടുണ്ടാവും ലൈഫിൽ ഒരു വട്ടെങ്കിലും ആണായിട്ട് ജീവിക്കായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, അതെല്ലാ പെണ്ണുങ്ങളും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഒരു ദിവസം ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ജീവിക്കാമായിരുന്നു എന്നൊക്കെയുള്ള കാര്യം. അത് ഒരു ദിവസം ചിന്തിക്കും, പിറ്റേ ദിവസം ചിന്തിക്കത്തില്ല എന്നെനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പെണ്ണാവുകയാണെങ്കിൽ മാത്രം, അതായത് അവർ പെണ്ണായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുക. ഓക്കെ, ട്രാൻസ്മെൻ്റ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആണായാലും അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളൂ. ഒരു ദിവസം ഈ പെണ്ണായി ജീവിച്ചിരുന്നെങ്കിൽ ജോലിക്കൊന്നും പോകണ്ടല്ലോ, അടുക്കള പണി മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് അവർ ചിന്തിക്കും. അല്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അത് ബോയ്സും ഗേൾസും ഓപ്പോസിറ്റ് ഒരു ദിവസങ്ങളിൽ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ലാതിരിക്കില്ല, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ടുണ്ടാവും. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ആണാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് എന്നുള്ള കാര്യം. ആണായി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീഡമാണ്, എവിടെ വേണമെങ്കിലും പോകാം, റെസ്ട്രിക്ഷൻസ് ഇല്ല, അത് ഇത് എന്നുള്ള കുറേ തോട്ട്സ് ആയിരിക്കും മിക്ക ആൾക്കാർക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജെൻഡർ കൺഫ്യൂഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ ആയാൽ കൊള്ളാമെന്നുള്ളതൊക്കെ. അല്ലേ, നിങ്ങൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ സംഭവമല്ല അത്. ഭയങ്കര ഹാർഡാണ്, ലൈഫേ ഹാർഡാണ്. ഓക്കെ, ആ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നമ്മൾ സർവൈവ് ചെയ്യണം. ഓക്കെ, ഒരു പെൺകുട്ടി കിട്ടുന്ന പല കാര്യങ്ങളും ആൺകുട്ടിക്ക് കിട്ടാറില്ല. പലപ്പോഴും പെൺകുട്ടികൾക്ക് കിട്ടുന്ന പലതും ആൺകുട്ടികൾക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. പല കാര്യങ്ങളും ലൈഫ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ നല്ല പോലെ പണിയെടുക്കണം, എന്നാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്നും വിചാരിക്കണം ഇതൊന്നും നടക്കില്ല. ഓക്കെ, അതാണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ കാണും അടുത്ത വീഡിയോയിൽ. ബൈ.